ഇനി നമുക്ക് സ്കോളർഷിപ്പുകളെ കുറിച്ച് സംസാരിക്കാം. പൈലറ്റ് ട്രെയിനിങ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സാധാരണയിൽ നിന്നും വ്യത്യസ്തവും ചെലവ് കൂടിയതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിലുള്ളതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ പൈലറ്റ് ട്രെയിനിങ് പഠിക്കുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഗവൺമെന്റ് ഫ്രീ ആയി ഗ്രൗണ്ട് ട്രെയിനിങ്, ഫ്ലൈയിങ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സ്ട്രാ വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത് എക്സാം ഫീസും മെഡിക്കൽ ടെസ്റ്റുകളും ആയിരിക്കും. ഇതിന് പുറമെ വരുന്ന ചെലവുകളും കുട്ടികൾ തന്നെ നോക്കേണ്ടതാണ്. എന്നാൽ അതർ കമ്മ്യൂണിറ്റീസ്, അതായത് OBC അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് യാതൊരുവിധ സ്കോളർഷിപ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർ സ്വന്തമായി പണം മുടക്കിയിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. 6x6 എന്നാൽ നോർമൽ വിഷൻ. ഇനി ഇതിനേക്കാളും കുറച്ച് കുറവാണെങ്കിൽ കൃത്യമായ ലെൻസ് ഉപയോഗിച്ച് ക്ലാരിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതും പരിഗണിക്കാവുന്നതാണ്. പൈലറ്റ് ആവാൻ കാഴ്ചശക്തി ഒരു പ്രശ്നമാണോ? നമുക്ക് നോക്കാം. പൈലറ്റ് ആവാൻ കാഴ്ചശക്തി ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരാൾക്ക് 6x6 ഐ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. കാഴ്ചയെ പറ്റി പറയുമ്പോൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കളർ ബ്ലൈൻഡ്നെസ്. പൈലറ്റുകൾക്ക് കൃത്യമായി നിറങ്ങളും സിഗ്നലുകളും പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾ ഒരിക്കലും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല. പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ശരിക്കും പറത്തിയാലോ?